രാഹുലേ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ളൊരു സിനിമാ നടിയാണ് തസ്നിഖാൻ എന്ന് പറയുന്നത്. അവർ ഈയിടെ ഒരു പ്രസ്താവന പുറത്തു പറഞ്ഞിരുന്നു. അതായത് അവർ മുൻപ് വിവാഹിതയായിരുന്നു, പക്ഷെ പിന്നീട് അവർക്ക് അതിൽ നിന്നുണ്ടായ ദുരനുഭവങ്ങൾ കാരണം അവർ ആ വിവാഹമോചിതയായിട്ടുള്ള ഒരു ജീവിതമാണ് വർഷങ്ങളായിട്ട് ഇപ്പം നയിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരുപാട് വർഷങ്ങളായി. അപ്പൊ ആ സമയത്ത് അവരോട് ആളുകൾ, സൈബർ ലോകത്തുള്ള ആളുകളായാലും അല്ലാതെ നമ്മുടെ സമൂഹത്തിലുള്ള ആളുകളായാലും അവരെ നിരന്തരം ബുദ്ധിമുട്ടിക്കുന്നത് ഈ ചോദ്യം ചോദിച്ചിട്ടാണ്. ഇനി കല്യാണം കഴിക്കുന്നില്ലേ? കല്യാണം കഴിച്ചാലല്ലേ സമാധാനപരമായ ഒരു ജീവിതം ലഭിക്കുള്ളൂ? കല്യാണം കഴിക്കാത്ത പക്ഷം സമാധാനമൊന്നുമില്ലാത്ത ഭയങ്കര ദുരിതം പിടിച്ച അല്ലെങ്കിൽ ഭയങ്കര ടെൻഷൻ അടിച്ചൊരു ജീവിതമായിരിക്കില്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കാത്തത് എന്നൊക്കെ ചോദിച്ച് അവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അല്ലെങ്കിൽ കല്യാണം കഴിക്കാത്ത ജീവിതം ഒട്ടും എന്താ പറയാ, സംതൃപ്തി ഇല്ലാത്ത, സമാധാനമില്ലാത്ത ജീവിതമാണ് എന്നാണ് സമൂഹത്തിന്റെ ധാരണ എന്ന് അവർ പറയുന്നുണ്ടായി. രാഹുലിന് അങ്ങനെ ഒരു ധാരണയുണ്ടോ? ധാരണ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് കൃത്യമായൊരു അഭിപ്രായം പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോരുത്തരുടെയും ജീവിതം വ്യത്യസ്തമാണ്. പിന്നെ നമുക്ക് ഒരു അനാലിസിസ് ആണ്. കാരണം നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ അവരനുഭവിച്ച ഒരു അവസ്ഥ, അവരുടെ കല്യാണത്തിന് മുമ്പുള്ള ജീവിതവും കല്യാണത്തിന് ശേഷമുള്ള ജീവിതവും, അതിന് കല്യാണം പിരിയുകയാണെങ്കിൽ അതിനുശേഷമുള്ള ജീവിതവും, അങ്ങനെ പല ഘട്ടങ്ങളിൽ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ കാണുന്നതാണ്. അങ്ങനെയുള്ള കൊച്ചു കൊച്ചു ധാരണകൾ മാത്രമേ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കുള്ളൂ. അതിൽ നിന്നും എനിക്ക് മനസ്സിലായത് ഒരു കല്യാണം വേണമെന്നില്ല ഒരാൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ. പക്ഷേ ചില സമയങ്ങളിൽ ഏത് നിമിഷത്തിലാണ് നമ്മൾ കല്യാണമാണ് നല്ലത്, അല്ലെങ്കിൽ കല്യാണമാണ് നല്ലതെന്നല്ല, കല്യാണം കഴിച്ചാൽ കൊള്ളാം എന്ന് തോന്നുന്നത് ഏത് നിമിഷത്തിലായിരിക്കും ഒരാളുടെ ജീവിതത്തിൽ? ഒരാളുടെ ജീവിതത്തിൽ കല്യാണം എപ്പോഴാണ് നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു പ്രായമുണ്ടല്ലോ, അപ്പൊ നമുക്ക് എല്ലാവിധമായിട്ടുള്ള ആഗ്രഹങ്ങളും ഓരോ സമയമുണ്ട്. അപ്പോഴാണ് കൂടുതൽ ആളുകൾ നമുക്ക് സ്നേഹിക്കാൻ പറ്റിയ ഒരാള്, നമ്മളെ മനസ്സിലാക്കുന്ന ഒരാള് നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടാകണമെന്ന് നമുക്കൊരു തോന്നൽ വരുന്ന സമയമുണ്ടല്ലോ. നമുക്ക് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു സമയത്തായിരിക്കും നമ്മൾ ഒരു കല്യാണത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് കൂടുതലും ആളുകൾ. അത് ഓരോ പ്രായക്കാർക്കും ഓരോ രീതിയിലായിരിക്കും, ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ ഒരു രീതിയായിരിക്കും അവർക്ക് എല്ലാവരുടെയും ജീവിതത്തിലുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ആള് രാഹുൽ പറഞ്ഞ തെറ്റാണെന്നോ അല്ലെങ്കിൽ ഞാൻ നിഷേധിക്കുകയല്ല, ഞാൻ എൻ്റെ ഒരു വ്യൂ പോയിന്റ് കൂടെ പറയാണ്. നമ്മൾ ടോട്ടലി ഫ്രീ ആയി, അതായത് നമ്മൾ ഫുൾ സെറ്റിൽഡായി നമ്മുടെ ലൈഫിൽ. നമുക്കിനി എന്താ പറയുക, ബാധ്യതകളൊന്നുമില്ല, അല്ലെങ്കിൽ നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്ത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഫ്രീ ആണ്. ഇനി വേണമെങ്കിൽ ഈ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തോന്നുമല്ലോ, നമ്മളിപ്പം ഒരു ദിവസം നമുക്ക് ചെയ്യാനുള്ള എല്ലാ ജോലികളും ചെയ്ത് തീർത്ത് കഴിഞ്ഞ് അവസാനം വരുന്ന കുറച്ച് ഫ്രീ ടൈം കിട്ടിയാൽ നമുക്ക് തോന്നുമല്ലോ, നമുക്ക് എന്ത് വേണം, നമ്മുടെ ഇഷ്ടം എന്താണോ അതിനനുസരിച്ച് ചിലപ്പോൾ ഒരു സിനിമ കാണാം, അല്ലെങ്കിൽ ഒരു പുറത്ത് പോയി ഒന്ന് കറങ്ങിയിട്ട് വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുസ്തകം വായിക്കാം, കിടന്നുറങ്ങാം, അങ്ങനെ തോന്നുമല്ലോ. അതെന്തുകൊണ്ടാണ്? നമ്മൾ ആ ഒരു ഹോൾ ടാസ്ക് നമ്മളവിടെ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതുകൊണ്ടാണ്. അതേപോലെ നമ്മുടെ ലൈഫിൽ നമ്മുടെ കുറച്ച് ടാസ്കുകളുണ്ട്. നമ്മൾ ഇന്ന പ്രായത്തിനുള്ളിൽ, അങ്ങനെ പ്രായപരിധി ഇല്ല എന്നിരുന്നാൽ പോലും നമ്മൾ ഓരോരുത്തരും മനസ്സിൽ കൽപ്പിക്കുന്ന കുറച്ച് ടാസ്കുകളുണ്ട് ഇന്ന പ്രായപരിധിക്കുള്ളിൽ എന്നുള്ളത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നുകയാണ് ഇനി നമുക്കൊരു കൂടെ കൂട്ടിയാൽ തെറ്റില്ല. അതായത് നമുക്ക് അവർക്ക് നമ്മളെയും അഫോർഡ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റും. ആ പേഴ്സണാലിറ്റിയെ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന ഒരു അവസരത്തിലായിരിക്കില്ലേ ഒരാൾക്ക് കല്യാണം ഓക്കെയാണ്, അല്ലെങ്കിൽ കല്യാണം കഴിച്ചാൽ തെറ്റില്ല എന്ന് തോന്നുക? അതെ, അത് പക്ഷെ ഓരോരുത്തരുടെയും വ്യൂ പോയിന്റ് ഡിഫറൻസ് ആയിരിക്കും. കാരണം ചിലർക്ക് നേരത്തെ കല്യാണം, പിന്നെ സാമൂഹികപരമായിട്ട് നമുക്ക് ചാർത്തി തരുന്ന കാര്യങ്ങളുണ്ടല്ലോ. സാധാരണ ഈ നമ്മുടെ നാട്ടു നടപ്പ് അനുസരിച്ച് ഒരു കുട്ടി സ്കൂളിൽ പഠിക്കുന്നു, പഠിത്തം കഴിഞ്ഞൊരു ജോലി കഴിഞ്ഞാൽ നേരെ ഒരു കല്യാണം, പിന്നെ ഒരു വീട്, ഒരു കാറ്, കുട്ടികൾ, പിന്നെ വീണ്ടും അതേ റിപ്പീറ്റഡ്, ആ കുട്ടി ജനിക്കുന്നു, ഇതേ കാര്യങ്ങൾ തന്നെ പോകുന്നു. ഇങ്ങനെ സമൂഹത്തിനൊരു റിപ്പീറ്റേഷൻ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പുതിയ കാലത്ത് അതിന് ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിഷയം എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കല്യാണം കഴിക്കാത്ത ജീവിതം സമാധാനമില്ലാത്തതായിരിക്കുമോ അല്ലെങ്കിൽ സംഘർഷപൂരിതമായിരിക്കുമോ എന്നുള്ളതായിരുന്നു നമ്മുടെ വിഷയം. അപ്പം ഇപ്പൊ ഈ കല്യാണം കഴിച്ചവരിലും കല്യാണം കഴിക്കാത്തവരിലും അതിനെ എൻജോയ് ചെയ്യുന്നവരും അതിനെ വെറുക്കുന്നവരുമായ ഒരുപാട് പേരുണ്ട് എന്നുള്ളതാണ് രണ്ട് കാര്യത്തിലും. ഇപ്പൊ കല്യാണം കഴിച്ച കുറെ ആളുകളിൽ എന്താ പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി ഇഷ്ടമുള്ള അല്ലെങ്കിൽ പരസ്പരം ബഹുമാനിക്കുന്ന, ഇത് ഞാൻ ഒരു കല്യാണം കഴിച്ച് എനിക്ക് ഒരു തെറ്റു ചെയ്തതായിട്ട് തോന്നുന്നില്ല, ഞാൻ ചെയ്തൊരു നല്ല കാര്യമാണ്, അല്ലെങ്കിൽ അത് ശരിയായിരുന്നു, റൈറ്റ് ടൈമിൽ റൈറ്റ് ചോയ്സ്
റൈറ്റ് ഡിസിഷൻ ആയിരുന്നു അല്ലെങ്കിൽ റൈറ്റ് പേഴ്സൺ ആയിരുന്നു എന്ന് തോന്നി സന്തുഷ്ടമായി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതല്ലാതെ വേണ്ടില്ലായിരുന്നു, ഏത് നേരത്താണ് എനിക്ക് ഇത് തോന്നിയത്, അല്ലെങ്കിൽ ഇയാളെ ഞാൻ എന്തിനാണ് എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്നൊക്കെ കരുതി ഇങ്ങനെ സ്വയം ശപിച്ചുകൊണ്ട് പഴിച്ചുകൊണ്ട് ജീവിതം തള്ളി നീക്കുന്ന ആളുകളുണ്ട്. അത് കല്യാണം കഴിച്ച ആളുകളുടെ കേസ്. കല്യാണം കഴിക്കാത്തവരിലും ഉണ്ട് ഇതേപോലെ. അതായത് ഏതെങ്കിലും ഒരു മൊമെന്റിൽ തോന്നുകയാണ്, ഇപ്പം ആളുകൾക്ക് തോന്നുമല്ലോ, എന്താ വല്ലാതെ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഞാനൊരു കല്യാണം കഴിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു തൊഴിൽ, എൻ്റെ തൊഴിൽ ഇപ്പം നഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ഒരു കല്യാണം കഴിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വരുമാനം കൊണ്ട് എനിക്ക് എൻ്റെ ജീവിതവും കൂടെ ഒന്ന് കരുപ്പിടിപ്പിക്കാമായിരുന്നു, അല്ലെങ്കിൽ എനിക്കൊരു സഹായമായേനെ എന്ന് തോന്നാം. അതല്ല എന്താ പറയാ, ഇതാണ് എൻ്റെ വെരി എന്താ പറയാ ഫ്രീഡം, ഞാൻ അനുഭവിക്കുന്ന ലൈഫ് എന്ന് എനിക്ക് സിംഗിളായിട്ട് നിൽക്കുമ്പോൾ തോന്നുകയാണെങ്കിൽ അതൊരു ചോയ്സ് ആണ് ആളുകളുടെ. കാരണം ആളുകൾ എപ്പോഴും ഇപ്പൊ കല്യാണം എന്ന് പറയുന്നത് രണ്ട് പേര് തമ്മിലുള്ളതാണ്. അപ്പൊ രണ്ട് പേര് മാത്രമല്ല, അത് രണ്ടുപേരുടെ ഇമോഷൻസ് ആണ്. അപ്പൊ അത് കണക്ട് ചെയ്യാൻ നമ്മൾ ഒരു ദിവസം കാണുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഉള്ള ഒരു കണക്ഷൻ ആയിരിക്കത്തില്ല. നമ്മൾ ദിവസങ്ങൾ അവരോടൊപ്പം പങ്കിടുമ്പോൾ നമുക്ക്, അതായത് നേരിട്ട് അടുത്ത് ഇടപഴകുമ്പോൾ നമുക്ക് വരുന്നത്. കാരണം പലപ്പോഴും പല കല്യാണങ്ങളും മോശമായി പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു മാസവും കൊണ്ടൊന്നും നമുക്ക് ഒരാളെ മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം എല്ലാവരുടെയും ഇമോഷൻസ് ഡിഫറൻസ് ആണ്. അപ്പൊ ഈ ഇമോഷനുകൾ തമ്മിൽ ഒരു സിങ്ക് ആവാൻ കുറേ സമയമെടുക്കും. ചിലർക്ക് ഒരിക്കലും അത് സിങ്ക് ആവത്തില്ല. അങ്ങനെയുള്ളവർ ഏറ്റവും നല്ലത് ഒരു വിവാഹമോചനം തന്നെയാണെന്നാണ് എനിക്കുള്ള എൻ്റെ പേഴ്സണലായിട്ട് അഭിപ്രായം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിങ്ക് ആവാത്ത രണ്ടുപേര് തമ്മിൽ അടിച്ചും വഴക്കുണ്ടാക്കിയും എത്ര കാലം ജീവിച്ചു പോകാൻ കഴിയും? നമ്മൾ ഈ റീലുകളിലൊക്കെ കാണാറില്ലേ, ഇഫ് യുവർ പാർട്ട്ണർ ഈസ് ലൈക്ക് ദിസ് അറേഞ്ച് മാരേജസ് ആർ സ്കേറി എന്ന് പറഞ്ഞിട്ട് ചില കേസുകൾ കാണിക്കാറുണ്ട്. അതേപോലെ എന്താ പറയാ, ഇപ്പൊ പ്രണയിച്ച് കല്യാണം കഴിക്കുകയാണ്, അല്ലെങ്കിൽ പ്രണയിച്ചൊരു ജീവിതം ഒരുമിച്ച് ആരംഭിക്കുകയാണെങ്കിൽ പോലും ഇപ്പൊ രാഹുൽ പറഞ്ഞ പോലെ നമുക്ക് പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു സമയം നമ്മൾ തന്നെ അവിടെ നമുക്ക് തന്നെ നൽകുകയാണെന്നുള്ളതാണ്. അറേഞ്ച് മാരേജസ് ആവുന്ന സമയത്ത് ഇപ്പം കുറേയും കൂടെ കുഴപ്പമില്ലെന്ന് പറയാം. കുറച്ച് മുൻപായിരുന്നെങ്കിൽ നമ്മൾ ഈ രാഹുൽ പറഞ്ഞ പോലെ ഒരു മാസം കൊണ്ട് നിശ്ചയവും കഴിഞ്ഞ് അടുത്ത മാസത്തിനുള്ളിൽ കല്യാണമായി നമ്മൾ, അല്ലെങ്കിൽ നമുക്ക് വരനും വധുവിനും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മീൻസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ടൈം കിട്ടുന്നില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ കുറെ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഡെവലപ്ഡ് ആയിട്ടുണ്ട്. വിവാഹം എന്നതിന് മുൻപ് നമ്മളൊരു ലിമിറ്റഡ് ടൈം, അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയം, ഒരു പെർട്ടിക്കുലർ ടൈം അവിടെ നമുക്ക് എന്താ പറയുക, ഇപ്പൊ ഞാനും രാഹുലുമാണ് വിവാഹം കഴിക്കാൻ പോകുന്നതെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും നമ്മൾ തന്നെ ഒരു സമയം തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നമ്മുടെ കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഒരുപോലെ തന്നെ രാഹുലിന്റെ ഇഷ്ടങ്ങളെയും അനിഷ്ടങ്ങളെയും ബഹുമാനിച്ചേ പറ്റുള്ളൂ, അതേപോലെ രാഹുൽ തിരിച്ചും പറ്റുള്ളൂ. രാഹുലിന്റെ ഐഡിയോളജികൾക്ക് എൻ്റെ ഐഡിയോളജികൾ എതിരാണെങ്കിൽ രാഹുലിന് അത് സംസാരിക്കാം, അത് മാറ്റണോ വേണ്ടിയോ എന്ന് എൻ്റെ തീരുമാനമാണ്. ആത്യന്തികമായും ഇത് രാഹുലിനും എനിക്കും അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം നമ്മൾ അതിനൊരു വിവാഹം എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കൊണ്ടുപോയാൽ മതി എന്നുള്ളതാണ്. ഈ കല്യാണം എന്ന് പറയുന്നത് എപ്പോഴും നമ്മളൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുന്നവരാണ്. നമ്മൾ ഫ്രണ്ട്സ് ആയിരിക്കുമ്പോൾ നമുക്ക് അവരോട് അത്ര അറ്റാച്ച്മെന്റ് കാണത്തില്ല. നമ്മുടെ ഒരു ഇമോഷനുമായിട്ട് സിങ്കായി വരുമ്പോൾ മാത്രമായിരിക്കും നമ്മളൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ എപ്പോഴും ചൂസ് ചെയ്യുന്നത്. അതേപോലെയാണ് ചിലപ്പം നമ്മൾ ആ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ ചൂസ് ചെയ്ത് കുറേ നാൾക്ക് ശേഷമായിരിക്കും വീണ്ടും നമ്മൾ അവർ തമ്മിൽ അടിയുണ്ടാക്കി പിരിയുന്നത്. അതിന്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. നമ്മുടെ ബ്രെയിൻ ആണെങ്കിലും നമ്മുടെ ചിന്തകളാണെങ്കിലും നമ്മൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ ഒരേ വൈബുള്ളവരോ അല്ലെങ്കിൽ ഒരേ സിങ്ക് ആവുന്ന ആളുകളായതുകൊണ്ടായിരിക്കും നമ്മൾ ഒരു കുറച്ച് കൂട്ടം ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ട് എന്നും നിലനിന്ന് പോകുന്നത്. അത് മാറി വരാം. അപ്പൊ നമുക്ക് അവരോടുള്ള അറ്റാച്ച്മെന്റ് കുറഞ്ഞു വരും. അതേപോലെ തന്നെയാണ് എനിക്ക് പലപ്പോഴും അറ്റാച്ച്മെന്റ് കുറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ ഇഷ്യൂസ് ഉണ്ടാവാം. രണ്ട് ആളുകൾ തമ്മിൽ ഒരു എന്താ പറയാ, ഒരു രണ്ടാളുകൾ തമ്മിൽ എങ്ങനെ വേണമെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാം. പക്ഷെ അത് നമുക്ക് അവരോടുള്ള താല്പര്യം അല്ലെങ്കിൽ ഇഷ്ടം കുറഞ്ഞു വരുന്നത് നമ്മൾ അവരുമായി പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടത്താത്തപ്പോഴാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു എന്താ പറയുക, എൻ്റെ ഓപ്പോസിറ്റുള്ള ആളുടെ ഒരു പെരുമാറ്റം എനിക്ക് ഓക്കെ അല്ല, അല്ലെങ്കിൽ എനിക്കതല്ല അയാളിൽ നിന്നും വേണ്ടത്, ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല അദ്ദേഹം ബിഹേവ് ചെയ്തത്, എനിക്കത് ഓക്കെ ആയിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനത് സംസാരിക്കുക. എനിക്ക് ഇതല്ല, അല്ലെങ്കിൽ ഇതല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരം പെരുമാറ്റങ്ങൾ എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നൊക്കെ ഞാൻ ഓപ്പൺലി സംസാരിക്കുക. അപ്പം നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അയാളുടെ കുറച്ച് വ്യൂ പോയിന്റ്സ് പറയും, അല്ലെങ്കിൽ അയാളുടെ പക്ഷം പറയും. അപ്പോൾ അതിനെ രണ്ടിനെയും കൂടെ നമ്മൾ ഇരുത്തി തുലാസിൽ വെച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, അതിനെ തുലനം ചെയ്ത് എന്നിട്ട് അവസാനം നമ്മളൊരു ഔട്ട്പുട്ടിനെ പുറത്തേക്ക് എടുക്കുക. ആ ഔട്ട്പുട്ടാണ് നമ്മുടെ ഫ്യൂച്ചറിനെ ഡിസൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്താ പറയുക, രണ്ടുപേരുടെയും ഒപ്പീനിയൻസ് തമ്മിൽ സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് രണ്ടുപേർക്കും ഓക്കെ ആണെങ്കിൽ
അത് വീണ്ടും ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആയിട്ട് മാറും എന്നുള്ളത്, കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് മാറും. വലുപ്പ ചെറുപ്പം നോക്കി നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു കപ്പിളിനിടയിൽ ഒരു സക്സസ് ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നില്ല. പല റിലേഷനുകളും ഈ എന്റർടൈൻ ചെയ്യുന്നിടം വരെ നമ്മൾ അതങ്ങനെ പോകും. നമ്മൾ കൂട്ടുകാർ തമ്മിൽ നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മളൊരു എന്റർടൈൻ വൈബിലാണെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ പോകും. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു റിയാലിറ്റിയിലേക്ക് വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അതേപോലെ തന്നെയാണ് വിവാഹവും. ആദ്യത്തെ കാലത്ത് നമ്മൾ നല്ലൊരു എന്റർടൈൻമെന്റും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും, അങ്ങനെ ആയിരിക്കും നമ്മളൊരു വിവാഹത്തിലേക്ക് വരുന്നത്. അപ്പൊ വിവാഹത്തിലേക്ക് വരുമ്പോൾ പിന്നെ റിയാലിറ്റിയാണ്. നമുക്ക് ആഹാരം വേണം, വസ്ത്രം വേണം, പിന്നെ നമ്മുടേതായിട്ടുള്ള നമ്മൾ ഒറ്റയ്ക്ക് അനുഭവിച്ചിരുന്ന കുറച്ച് സ്വാതന്ത്ര്യങ്ങളുണ്ട്. അത് ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെടും. കാരണം പുതിയ ഒരാളും കൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ അവർക്കുള്ള സ്പേസ് കൊടുക്കണം. അപ്പോൾ കുറേയൊക്കെ നമ്മൾ ത്യാഗം ചെയ്തെങ്കിൽ മാത്രമേ ഒരു വിവാഹത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ത്യാഗം ചെയ്യാൻ റെഡിയാകുമ്പോഴാണ് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത്. കാരണം രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കണം. നമ്മളൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, പലപ്പോഴും അവൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം അതൊന്ന് താന്നു കൊടുക്കും. ചില സമയങ്ങളിൽ നമ്മൾ അതിൻ്റെ മുകളിലും പോകും. പക്ഷേ അത് പോകെ പോകെ നമ്മളതൊരു ഹെൽത്തി റിലേഷൻഷിപ്പായിട്ട് കൊണ്ടുപോകാൻ നമ്മൾ മാക്സിമം നോക്കത്തില്ലേ. കാരണം അത് ചില കാര്യങ്ങൾ നമ്മൾ തന്നെ അവോയ്ഡ് ചെയ്ത് കളയും. ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അത് ചോദിക്കണ്ട, കാരണം അത് നമ്മുടെ ബന്ധത്തിൽ ഒരു വിള്ളലുണ്ടാക്കുമെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ചിലത് വിട്ടുപോകത്തില്ലേ, വിട്ട് കളയില്ലേ. അതേപോലെ തന്നെ ആയിരിക്കും നമ്മൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ത്യാഗം ചെയ്യാൻ റെഡിയാകുമ്പോൾ മാത്രമേ നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാകൂ എന്നാണ് എൻ്റെ ഒരു വ്യൂ. പക്ഷേ ഞാൻ പറയട്ടെ, ഈ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് ഈ വിവാഹം കഴിക്കുന്നവരോ അല്ലെങ്കിൽ പ്രണയിക്കുന്നവരോ ആയ രണ്ട് ആളുകളെ പറ്റി മാത്രമാണ്. ഇതിലേക്ക് സമൂഹത്തിന്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വില്ലൻ റോള് തന്നെയാണ്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. കാരണം സമൂഹത്തിന് ഈ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആണായാലും പെണ്ണായാലും അവരെ അംഗീകരിച്ചു കൊടുക്കാൻ ഭയങ്കര പ്രയാസമാണെന്നുള്ളതാണ്. അത് തന്നെയാണ് നമ്മൾ ഈ ചർച്ചയുടെ ആരംഭത്തിൽ പറഞ്ഞത്. സമൂഹം എപ്പോഴും ഈ വിവാഹമാണെങ്കിലും ജീവിതമാണെങ്കിലും സെക്സ് റിലേറ്റഡ് ആയിട്ട് മാത്രമാണ് നോക്കിക്കാണുന്നത്. അവർ ആ ഒറ്റ വ്യൂ പോയിന്റ് മാത്രമാണ് ഇതിനെ ഒതുക്കി കാണുന്നത്. പക്ഷെ അതിന്റെ അപ്പുറത്തോട്ട് വലിയൊരു ലോകമുണ്ട്, അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള പേഴ്സണൽ ലൈഫുണ്ട്. സെക്സ് മാത്രമല്ലല്ലോ ലൈഫ്, അതിനപ്പുറത്തോട്ടും നമുക്ക് ജീവിതമുണ്ട്. അപ്പൊ ഈ കല്യാണം കഴിക്കുന്ന ഒബിയസ്ലി അതിന്റെ ഇടയിലുള്ളതാണ് സെക്സ് എന്ന് പറയുന്നത്. പക്ഷേ സെക്സ് മാത്രമല്ലല്ലോ കല്യാണം എന്ന് പറയുന്നത്. രണ്ടാളുകൾ തമ്മിലുള്ള ഒരു ലൈഫ് ടൈമിലുള്ള ഒരു ബോണ്ടായിരിക്കും അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ സമൂഹം ഈ സെക്സ് മാത്രമായി നോക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാല് മറ്റൊരു വിവാഹത്തിലേക്ക് നീ പോകണ്ടേ എന്ന് ചോദിക്കുന്നത്, അല്ലേ? അത് മാത്രമല്ല, പൊതുവെ സമൂഹം സ്ത്രീകളെ കുറിച്ച്, ഇപ്പോൾ നമ്മൾ തെസ്നിഖാനെ കുറിച്ച് സംസാരിച്ചത് കൊണ്ട് ഞാൻ പറയാണ്, സമൂഹത്തിൽ പൊതുവെ ഒരു ധാരണയുണ്ട് സമൂഹത്തിന്. അതായത് സ്ത്രീകൾ ഒരു ആൺതുണയില്ലെങ്കിൽ എപ്പോഴും അരക്ഷിതരായിരിക്കും, അല്ലെങ്കിൽ അബലകളായിരിക്കും. അവർക്ക് ആർക്കും പ്രതികരിക്കാൻ, ഒരു അപകടം വന്നു കഴിഞ്ഞാൽ അതിനെ അഭിമുഖീകരിക്കാനുള്ള കഴിവില്ല. ഒരു ആണ് അവരുടെ കൂടെ, ഒരു പുരുഷന്റെ ഒരു തണലില്ല എങ്കിൽ അവളെ ഏത് നിമിഷം വേണമെങ്കിലും പിച്ചി ചീന്തപ്പെടാം, അല്ലെങ്കിൽ ആളുകളാൽ ആക്രമിക്കപ്പെടാം. അതുകൊണ്ട് എപ്പോഴും ഒരു ആൺതുണ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് എത്രയും വേഗം കല്യാണം കഴിക്കുക. ഇതാണ് സമൂഹം ഈ ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകളിൽ അടിച്ചേൽപ്പിക്കുന്ന സമ്മർദ്ദം എന്ന് പറയുന്നത്. ഇനി പുരുഷന്മാരാണെങ്കിൽ അത് നേരെ തിരിച്ചാണ്. അതായത് ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ജോലി ചെയ്ത് സമ്പാദിക്കുന്നുണ്ടായിരിക്കാം, അത് നമ്മുടെ എൻജോയ്മെന്റുകളായിരിക്കാം. നമ്മളത് കൃത്യമായി പ്ലാൻ ചെയ്തിട്ടായിരിക്കാം നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതായത് ഞാനിപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാളാണ്, ഞാനൊരു പുരുഷനാണ് എങ്കിൽ ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ എനിക്ക് കൃത്യമായ പ്ലാൻ ഉണ്ട്. ഞാനത് ഇന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ പൈസ സമ്പാദിക്കുന്നത് എന്നുള്ളത്. അതിനിടയിലേക്ക് ഇവർ കയറി വരും. നമ്മളാണ് അധ്വാനിക്കുന്നതെന്നും നമ്മൾ അധ്വാനിച്ചിട്ട് കിട്ടുന്ന പൈസയാണ് എന്നുള്ളതിന് അവിടെ പ്രസക്തി ഇല്ലാതാവുകയാണ്. എവിടെ നിന്നോ ഒരു പറ്റം സമൂഹം കയറി വന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ അഭിപ്രായം പറയുകയാണ്. അതായത് ഈ എന്തിനാണ് ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടുന്നത്, ഒരു ഭാര്യയോ അല്ലെങ്കിൽ കുട്ടികളോ ഇല്ലാത്ത നിനക്ക് എന്തിനാണ് ഇത്രയും വലിയ വീട് അല്ലെങ്കിൽ ഇതൊരു കാറ്, അല്ലെങ്കിൽ എന്തിനാ ഈ സമ്പാദിച്ചു കൂട്ടുന്നത്, ആർക്ക് വേണ്ടിയാണ്, ഇതിലൊക്കെ എന്തർത്ഥമാണുള്ളത്? അതുകൊണ്ട് കുറച്ച് വൈകിയാലും പ്രശ്നമില്ല, കുറച്ച് പ്രായമായാലും പ്രശ്നമില്ല, ഒരു കല്യാണം കഴിക്കും, അതിൽ കുട്ടികളൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓളമായിരിക്കും. കുട്ടികളെ വളർത്തുമ്പോൾ ഈ സമ്പാദിച്ചു കൂട്ടിയ പൈസക്കൊക്കെ ഒരു അർത്ഥമാവും എന്നൊക്കെയാണ് പുരുഷന്മാരുടെ കാര്യത്തിൽ പറയുന്നത്. സ്ത്രീകളുടെ കാര്യത്തിൽ ഞാൻ മുൻപ് പറഞ്ഞ പോലെ. അതുകൊണ്ട് ഈ വിവാഹമില്ലാത്ത ജീവിതം അർത്ഥപൂർണവും സമാധാനമില്ലാത്തതും അസംതൃപ്തവുമാണ് എന്നാണ് സമൂഹം ചാർത്തി കൊടുക്കുന്ന ലേബലുകൾ എന്നാണ്.